ഹലോ, നമ്മളിന്ന് ഐക്കയിൽ വന്നേക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഔട്ടിങ്. ഒരു കുറേ കാറുകളും വലിയൊരു ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലം, പുതിയൊരു ഏരിയ. അപ്പോൾ ഇന്ന് കാണാത്ത കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഈ നോർവേയിൽ എവിടെ നോക്കിയാലും നമ്മൾ പോയാലും വനമുണ്ട്, ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റിൽ ഈ പൈൻ ട്രീസൊക്കെ വലുതായിട്ടുണ്ടല്ലോ, ചില ഏരിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് എന്നിട്ടൊരു തന്നെ ഇതിൻ്റെ വിത്തേടി മുളയ്ക്കായിരിക്കും. കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാണ് കുറച്ച് സ്ഥലത്ത് കാണാതിരിക്കുന്നത്, മരമില്ലാതെ. അപ്പോൾ നമ്മളെ ഐക്യ ഇവർ പ്രൊനൗൺസ് ചെയ്യണേ ഈ കേ എത്തി. കറണ്ടിൽ കാറ് ഇത് ചെയ്യണം, കാറ് ചാർജ് ചെയ്യണുണ്ടോ കറണ്ടിൽ. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരേ വീടിൻ്റെ രീതിയിലാണ് കേട്ടോ. വീടിൻ്റെ കിച്ചൺ നടുവിൽ, അപ്പുറത്തും ബുക്ക് ചെയ്യണത് നടുവിലുള്ള ലൈറ്റൊക്കെ ഇട്ടൊരു കിച്ചൺ, അതിൻ്റെ മോഡലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ആ വീടിൻ്റെ ബെഡ്റൂം ഉണ്ടോ, ലൈറ്റ്, വാർഡ്രോബ്സ്, ലിവിംഗ് ഏരിയ, ലൈറ്റ് നോക്കി, കിഡ്സിൻ്റെ കളിക്കുന്ന സാധനം, ഇരിക്കുന്ന കസേര, അനദർ ബെഡ്റൂം കേട്ടോ. ഇതൊരു വീടിൻ്റെ ബാത്റൂമാണ് കേട്ടോ. ഇവിടുത്തെ ബാത്റൂം, തുണി വിരിക്കുന്ന സാധനങ്ങൾ, ഷവർ റൂം. ഓ, ബാത്റൂമിൽ നോക്കി എന്ത് രസം നോക്കി. യെസ്, ഇതേ ഉണ്ടോ, നല്ല ഭംഗിയുള്ള വാഷ് ബേസ്, അതിന് ടവൽ വെക്കണ ഇത് രസമല്ലേ കാണാൻ. ഉണ്ടോ, സോപ്പ് വയ്ക്കാനും എല്ലാം വെക്കാനുള്ള ബാത്റൂം. ആ ബാത്റൂമിലിരുന്ന ചപ്പൽ വരെ ഉണ്ട് കേട്ടോ. എല്ലാം അടിപൊളി. ഓക്കെ, ഭയങ്കരമായ സോഫയുടെ വെറൈറ്റീസ് ഇഷ്ടം പോലെ സെക്ഷൻ സോഫാസ്. പിന്നെ അതിൻ്റെ റേറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ വീടൊക്കെ പുതുതായിട്ട് പണിയണവർക്കൊക്കെ ഒന്ന് എടുക്കാം. അടിപൊളി കിച്ചൺ അല്ലേ. കിച്ചണിൽ നല്ലൊരു കിച്ചൺ, അതിൻ്റെ ഓരോന്ന് വയ്ക്കുന്ന സാധനങ്ങൾ, കുഞ്ഞ് ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ, കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയത്, കുട്ടികളുടെ ടേബിളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത്. ഇതൊരു വീടിൻ്റെ ബെഡ്റൂമാണെങ്കിൽ അതിൻ്റെ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടി വേറെ ഒരു സാധനം വേണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കിടക്കണത് കണ്ടോ, കുട്ടികളുടെ ബെഡ് വയ്ക്കി ഇവരൊക്കെ തന്നെ സെപ്പറേറ്റാണ് കിടത്തുള്ളൂ ബെഡ്. കുഞ്ഞു ബേബിയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഡയപ്പർ ചേഞ്ചിങ് ഏരിയ കൂടി വേണം, ഡയപ്പർ ചേഞ്ചിങ് ഏരിയ. അതുപോലെ തന്നെ വലിയ വാർഡ്രോബ്, ഓ സൂപ്പർ വാർഡ്രോബ് ഉണ്ടോ, വലിയ വാർഡ്രോബ്. സ്ലൈഡ് ചെയ്യണമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ ഡ്രസ്സ് വരെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ വയ്ക്കാൻ, വാച്ച് വയ്ക്കണത് കണ്ടോ, ഓരോന്ന് ഇന്ന സ്ഥലത്ത് ഇന്നത് വയ്ക്കാന്നുള്ളത്, അത് ആ ഡ്രസ്സ് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നിലും കണ്ടോ. അത് ബെഡ്റൂം, ഇത് ബെഡ്റൂം അല്ലേ. ആ ബെഡ്റൂം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷവർ റൂം, വാഷിംഗ് മെഷീൻ, അവിടെയൊക്കെ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടോ. അതുപോലെ തന്നെ നിറയെ മിറേഴ്സ്, അവിടെ ഷവറ്, വാഷ് ബേസിൻ. അതാണ് ഡൈനിങ് ഒക്കെ ഉള്ളത്. കുഞ്ഞ് സ്റ്റോറേജ് സെക്ഷൻ ഇവിടെ ഉണ്ടോ, സ്റ്റോറേജ് സെക്ഷനില്ലേ, ഡ്രസ്സിങ്, ഷൂ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തേക്കണ വലിയ സ്ഥലങ്ങളാണ് ഇട്ടത്. ബേബി റൂംസ്, ബേബി റൂമിൽ ബേബീസിൻ്റെ കുഞ്ഞ് കട്ടിൽ, പിന്നെ പിക്ചേഴ്സ്, അതുപോലെ തന്നെ മങ്കി, ഓരോ സാധനങ്ങൾ, ഇരിക്കുക കസേരകൾ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വാർഡ്രോബുകളാണ് ഉണ്ടോ, വാർഡ്രോബ്, കുഞ്ഞ് ടേബിൾ, ഡെസ്ക്, ബാഗ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. ഇത് ഓരോ കിച്ചണിലും ഇങ്ങനെ ഡിഷ് വാഷർ സെറ്റ് ചെയ്ത്, ഇത് ഡിഷ് വാഷറാണ് കേട്ടത്, ഡിഷ് വാഷർ. ഓരോ ഡ്രോസ്, ഇത് അടുപ്പ് കണ്ടോ, നമ്മുടെ നല്ല ടച്ച് ഫോൺ പോലെ ടച്ച് ചെയ്യണ ടച്ച് സ്ക്രീനാട്ടോ. ഇത് ഓവൻ, താഴെ ഓവൻ കേട്ടോ. ഈ കാണാണ് കേട്ടോ ഫ്രിഡ്ജ്, ഓപ്പൺ ചെയ്ത് തവി വെക്കണ സ്ഥലം. കാണാണ് ഫ്രീസർ, ഇവിടത്തൊക്കെ ഫ്രീസർ താഴെ ആയിരിക്കും കേട്ടോ, ഫ്രീസർ. ഇത് ഇടിയും കല്ല് വരുന്ന സാധനമുണ്ട്, നല്ല ഭംഗിയില്ലേ കുപ്പികളൊക്കെ, ഇങ്ങനത്തെ നല്ല രസമുള്ളത്. ഇതൊക്കെ മറ്റേ പ്ലേറ്റുകളൊക്കെ വെക്കുന്ന സാധനങ്ങൾ. ഇതേ കട്ടിംഗ് ബോർഡ് എഴുതേക്കണമെന്നറിയാം, ഓപ്പൺ OC, ഓപ്പൺ ചെയ്യൂ കാണാമെന്ന്. ഓപ്പൺ ഏടെ മുകളിൽ കുത്ത് ഓന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, വാ, സ്റ്റോറേജ് സ്പേസുകളാണ്.
ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പൊന്നപ്പ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഈ സെറ്റിൽ കളിസ്ഥലം എടുത്ത് കളിക്കുക കേട്ടോ. ഇവിടെ പുള്ളിക്കാരനിൽ ഒരു കാറുണ്ട്. ആ കാർ വെച്ചിട്ട് ഇവിടെ നിന്നുള്ള 2 ബോൾ എടുത്തു. ബോൾ താഴെ കിടക്കണം. ബോൾ പെയിൻറ്റിങ് ചെയ്യുക. കുഞ്ഞ് ടേബിളും കസേരയൊക്കെ നോക്കി നല്ല രസം. കുഞ്ഞ് ഈ ടെഡി ബെയർ സെയിം നമ്മൾ ആസ്റ്റൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്. മങ്കിയെ കിടക്കാനുണ്ടോ കൊച്ചങ്ങടെ സ്റ്റോറി ബുക്ക്. അവർക്ക് ലൈറ്റ് ഇടാനുള്ളത് ഓപ്ഷൻസ്. ഇത് ലൈറ്റാണ് കാണുന്നത്. ഉണ്ടോ ഈ വാളിൽ മൊത്തം പിക്ചേഴ്സ്. തുണി ഇളക്കിയിടാണ്ട് വാഷ് ബേസിൻ ഉണ്ടോ. ഇങ്ങനത്തെ ഗ്ലാസ് ഓപ്പൺ ആയിട്ടായിരിക്കും കേട്ടോ ടോയ്ലറ്റുകൾ. പൊന്നപ്പൻ്റെ വീട്ടിൽ പൊന്നപ്പൻ്റെ റൂമെന്ന് ഓർത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ റൂമൊക്കെ ബേബി റൂം. നമ്മൾ കിടക്കുന്നു. അവിടെ നിറച്ച് സാധനങ്ങൾ. താഴെ കാർപ്പറ്റ് മുതൽ 3 ചെയറുണ്ട് കേട്ടോ ഇരിക്കാൻ. മങ്കിയൊക്കെ തൂങ്ങി കിടക്കുന്നു. വാൾ പെയിൻറ്റുകൾ ഇങ്ങനെ. അവിടെ ബെഡ്. പിന്നെ കട്ടിലിൻ്റെ അടിയിലും സാധനങ്ങൾ ഒരു റാക്കുണ്ട്. ഇതിനകത്തൊക്കെ വെച്ചിട്ട് നല്ല സ്പേസ്. വാർഡ്രോബ്സുകൾ ഇതിനകത്ത് നിറച്ചും. ഇവിടെയും കൊച്ചുങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിനകത്തൊക്കെ നിറച്ചും ഫുൾ സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. ഓരോന്നിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ടേ. കിച്ചണാണേ നല്ല ഭംഗിയുള്ളത്. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ വെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ ഓറഞ്ചും ഇതൊക്കെ ഇട്ട് ലൈമൊക്കെ ഇട്ട് വയ്ക്കില്ലേ, അങ്ങനെ കുടിക്കാനുള്ള സാധനം. പിന്നെ നടുക്ക് കട്ടിംഗ് ബോർഡ്. ഇവിടെ കഴുകാനുള്ളത് വാഷ് ബേസിൻ. അതുപോലെ തന്നെ ഇത് നോക്കി നിറയെ വാർഡ്രോബ്സ്. താഴെ ഒരു മാറ്റുണ്ട്. താഴെ കുറേ ഇതുണ്ട്. അടുപ്പ്. ഇനി ഓവൻസ്. അവിടെയൊക്കെ ഓരോ സാധനം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓരോ റാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം. ഓരോ സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കാം. ഇത് ഭംഗിയുള്ള ഇത് കണ്ടോ ഓവൻ്റെ മുകളിൽ എന്താണെന്ന് നോക്കട്ടെ. മുകളിൽ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് കണ്ടോ. അത് ഫ്രിഡ്ജൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് ഫ്രിഡ്ജാണ് കേട്ടോ. ഉണ്ടോ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ഇൻബിൽഡാണ്. അടിയിലായിരിക്കും ഫ്രീസർ വരുന്നത്. സെക്ഷൻ ഓവൻ്റെ ആണെങ്കിൽ സെക്കൻഡ് സെക്ഷൻ ഫ്രിഡ്ജാണ്. തേർഡ് ഇവിടെ 2 ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് സാധനങ്ങൾ ഇടാനുള്ള വലിയൊരു റാക്കാണ് കേട്ടോ അത്. ഞാനൊരു 2 ഫ്രിഡ്ജ് ഉണ്ട് അതിനകത്ത്. പിന്നെ മെഴുകുതിരി സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുള്ള ഇരിക്കണതിന് അടിയിൽ ഓരോന്നിനും സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. പിന്നെ ഫുഡ് കഴിക്കണത്. അതുപോലെ തന്നെ വലിയ ഷെൽഫ് ബുക്കൊക്കെ വയ്ക്കണത്, ഇരിക്കണത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എടുക്കാൻ പറ്റുന്ന 49 നോക്ക്. നമ്മൾ അത് വാഷ് ചെയ്യുന്ന സാധനമുണ്ട്. വാഷ് ചെയ്യുന്ന സാധനത്തിന് റേറ്റ് 15 നോക്ക്. അപ്പോൾ ഇതിനകത്ത് കയറിയിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഈ സാധനത്തിൽ നമുക്ക് വാഷൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളം പൊക്കോളും. വെള്ളം പോവുകയും ചെയ്യും. നമുക്കിപ്പോൾ വെജിറ്റബിൾസ് വെള്ളം പോകാൻ വേണ്ടി വാഷ് ചെയ്തിട്ട് ഇട്ട് വയ്ക്കാം. 49 നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. അതിൻ്റെ വാഷ് ചെയ്യണത് അതിനും 15. അടിപൊളി എന്നാണ്. അത് ഈ സാധനം സ്റ്റാൻഡ് വേണം. ഈ സ്റ്റാൻഡ് എടുത്തിട്ടാണ് എല്ലാവരും നിൽക്കണുണ്ടോ. ഫുഡ് ഓരോന്നും വയ്ക്കാൻ പറ്റില്ല. നമ്മൾ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ ബില്ലിങ്ങിന് വേണ്ടി ഓരോരുത്തർ വാങ്ങിയ സാധനങ്ങളെല്ലാം പല സാധനങ്ങൾ കൊണ്ട് എടുക്കാം. എന്നിട്ട് ബില്ല് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഈ പ്ലേറ്റൊക്കെ എടുത്തിട്ട് കേട്ടോ നമ്മൾ സ്പൂണും ടിഷ്യൂ എല്ലാം ഇവിടുന്ന് എടുക്കാം. ഗ്ലാസ്സൊക്കെ ഈ സെക്ഷനിൽ ഗ്ലാസ് എടുക്കണം. ഫുഡുകൾ ഇരിക്കുന്നുണ്ടോ ഓരോന്നും നമുക്ക് എടുത്ത് വയ്ക്കാം. എന്തോ സോസൊക്കെ ഒഴിച്ച് മറ്റേ നമ്മളന്ന് വാങ്ങിച്ച് ചേർത്തില്ല. എന്താ സോസ് ഒഴിച്ചാൽ കഴിക്കണ്ടായിരുന്നോ. എന്താ ഇത് കേക്ക്. ഓരോ കേക്ക് പീസുകൾ ചെന്നിട്ടാ. ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് ഒരു കേക്ക് 2 ഗ്ലാസ്സിനാണ് റേറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് വെള്ളം അതിൽ ജ്യൂസ് ഇഷ്ടംപോലെ കഴിക്കാം. ഒരു ഗ്ലാസ് പ്ലെയിനായിട്ട് ചായ ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ 19 നോക്ക് കൊടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ 5 നോക്കിൻ്റെ ഉണ്ട്.
യാ അപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജ്യൂസ് ചായയൊക്കെ കുടിക്കാം. ഒരു തന്നെ ഉടക്കണ ഒരു കുട്ടി ഇപ്പം എടുത്തോണം കേട്ടോ, അങ്ങനെ അത് എടുക്കണം. അതിനകത്താണ് ഓരോ സാധനങ്ങൾ നമ്മൾ ഇത് ചെയ്യണത്. ചായ ഗ്ലാസ് നോക്കിയത് ജ്യൂസിൻ്റെ മെഷീനായിട്ടോ, അതേ കണ്ടോ. അന്നാട് സ്ട്രോബെറി ജ്യൂസ് ഒന്നും അടിക്കണോ? അതെന്താ ഇനി അതിന് വേറെ വയ്ക്കേ ഇതിനകത്ത് വെച്ചാൽ വരുമോ? ഗ്ലാസ് കൂടെ വേണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം എല്ലാം ഇവിടെ വെക്കുക. അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ പോകും. പോകണില്ല കേട്ടോ, ഒരു ഇതിൽ അല്ലി ഫുള്ളാകുമ്പോൾ അങ്ങ് പോകും. ഇത് കോഫി സെക്ഷനാണ്. കാണുന്നതെല്ലാം ഉണ്ടല്ലോ കിഡ്സിൻ്റെ ബെഡുകളാണ് കേട്ടോ. പൊന്നപ്പന് ഇവിടെ നിന്ന് നമ്മൾ ഒരു ബാത്ത് ടബ് എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റൂള് ഇരിക്കാനുള്ള. പിന്നെ ഡയപ്പർ സ്റ്റേഷൻ, കുട്ടികളുടെ അതിന് ഡയപ്പർ മാറ്റി കിടക്കണമല്ലേ. ഇത് നമ്മൾ ഇത് ഇവിടെയാണ് കുഞ്ഞുണ്ടാവണമെങ്കിൽ അവർ മിഡ് വൈഫാണ് ഇവിടെ, നമ്മളെ ഡോക്ടറല്ല, അവർ വന്ന് ഗവൺമെൻറ്റിൻ്റെ അല്ല. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് കുഞ്ഞിനാണെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപ കിട്ടും. നമുക്ക് ജോലിയിൽ നമുക്ക് 1 വർഷം കുഞ്ഞിനെ നോക്കാനുള്ളതും എല്ലാ പൈസയും കൂടി ആയിട്ട് അമ്മയ്ക്ക്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നോക്കും. ഇതുപോലത്തെ സാധനങ്ങളെല്ലാം വീട്ടിൽ വേണം. ഈ കുഞ്ഞിന് അവിടെ കിടക്കാനുള്ള ഡയപ്പർ മാറ്റാനുള്ള സാധനം ഇതിൽ കിടത്തി സേഫായിട്ട് അടിയിൽ അതിൻ്റെ സാധനങ്ങൾ വയ്ക്കാൻ. ഇപ്പോൾ കുഞ്ഞിനെ കിടത്താൻ നേരത്തെ കുഞ്ഞിന് ഇങ്ങനെ ബെഡ് ഉണ്ടോ എന്ന് നോക്കും. നമ്മുടെ കൂടെയല്ല കിടത്തേണ്ട കുഞ്ഞിന് വീഴാണ്ടും ഒക്കെ സേഫായിട്ട് കിടക്കാൻ രീതിയിൽ. അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ ഉണ്ടോയെന്ന് നോക്കി അവർ ചെക്ക് ചെയ്യാൻ ആദ്യം ലിസ്റ്റ് കൊടുത്തിട്ട് പോകും. പിന്നെ വന്നിട്ട് അവർ നോക്കും, എല്ലാം വാങ്ങിയെന്നവർ ഒന്നുകൂടെ നോക്കും. അതിന് മുമ്പ് ഒരു 7 മന്ത് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് കിടന്നുറങ്ങാൻ അവർ വീഴില്ല. അവർക്കിപ്പോൾ എഴുന്നേറ്റ് നിന്നാലും സുഖമായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനത്തെ ബെഡുകൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇവിടെയാണെങ്കിൽ അടുത്ത കിഡ്സിൻ്റെ റൂമാട്ടോ. ഇതിൽ കുഞ്ഞത് ഭയങ്കരമായ കളി നടത്തുക. ചിമ്മി നോക്കണ്ട കേട്ടോ. അങ്ങനെ അടുത്ത ഇതിൽ കയറി ചിമ്മണി. അടുത്ത കിഡ്സ് റൂമിൽ പൻപം കയറിയിട്ടോ. നല്ല ടേബിളും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടേ. അടുത്ത റൂമുണ്ട്. ഇത് കണ്ടോ ഇരിക്കണ സാധനങ്ങൾ. അടുത്ത യൂറോപ്പിലെ വീടുകളിലൊക്കെ ഉള്ള ഇങ്ങനെ ബാർബിക്യൂ ചെയ്യണതാണ്. പുറത്ത് സമ്മറിൽ അവരിങ്ങനെ ചെയ്യും. സമ്മറിൽ പുറത്ത് ബോട്ടും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പങ്കായും ഫിഷ് ചൂണ്ടയിടണ ചൂണ്ട അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് കിച്ചണിൻ്റെ ഇപ്പുറത്ത് ഇരുന്ന് കഴിക്കാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെ ഈ സെറ്റിങ്സൊക്കെ. ഐക്യ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി ഞങ്ങൾ പോകുന്നു. ഓക്കെ, വീഡിയോയുടെ അവസാനിക്കുകയാണേ. ഓക്കെ, ബൈ.